വീണ്ടും ചില ഹലാൽ ചിന്തകൾ. 2 വർഷത്തോളമായി ഹലാലിനെ കുറിച്ച് കേരള സമൂഹം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഹലാൽ ഭക്ഷണം പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിൽ ചർച്ചയായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അതിൻ്റെ കാരണവും പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു മതവിഭാഗത്തിലെ ന്യൂനപക്ഷം പേർ ഭക്ഷണകാര്യത്തിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഹലാൽ എന്ന പദം ഇന്ന് ഉപയോഗിക്കാത്ത ഏതെങ്കിലും മേഖല ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഏതാനും ദിവസം മുമ്പ് കേട്ട ഒരു അനുഭവമാണ്. ഒരാൾ തൻ്റെ വീട്ടിലെ നായ്ക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണം വാങ്ങാൻ ഒരു പെറ്റ് ഷോപ്പിൽ കയറിയത്രേ. കടക്കാരൻ നായ്ക്ക് നൽകാൻ ഡോഗ് ഫുഡ് എടുത്തു കൊടുത്തു. പാക്കറ്റിന്മേൽ എഴുതിയത് കണ്ട് അദ്ദേഹം അമ്പരന്നു പോയി. നായ്ക്കുള്ള ഭക്ഷണം പോലും ഹലാൽ ചിഹ്നം മാർക്ക് ചെയ്തത്. ആർക്കാണ് ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം? ഇന്ത്യയിൽ പ്രധാനമായും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് 4 സംവിധാനങ്ങളാണ്. എല്ലാം തന്നെ ഇസ്ലാമിക സംവിധാനങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണ സംവിധാനവുമായി ഒരു തരത്തിലുള്ള ബന്ധവും അവർക്കില്ല എന്നാണ് അറിവ്. ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ 20,000 രൂപയാണത്രേ ഫീസ്. വർഷാവർഷം പുതുക്കുവാൻ 15,000 രൂപ വീതം വേറെയും നൽകണമെന്ന് പറയപ്പെടുന്നു. ഹലാൽ എന്നത് ഭക്ഷണത്തെ സംബന്ധിച്ചാണ് എന്നതാണ് പൊതുവെയുള്ള വാദം. ഒരു മുസ്ലിം ബിസ്മി ചൊല്ലി ജീവനെടുത്ത ഒരു മൃഗത്തിന്റെ മാംസമായ ഹലാൽ മാംസ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമായിരുന്നു അത് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോഴത് ഡോഗ് ഫുഡിന്റെ പാക്കറ്റിൽ പോലും മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാംസവ്യാപാര മേഖലയും ഹോട്ടൽ മേഖലയും ഒരു കൂട്ടരുടെ മാത്രമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമമാണ് ഭക്ഷണ മേഖലയിലെ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് ആരോപിക്കുന്നവരുണ്ട്. അവർ പറയുന്ന കാരണം 20 വർഷം മുമ്പ് വരെ ഹലാൽ എന്ന പദം കേരളത്തിൽ ഒരാൾ പോലും ഉപയോഗിക്കാറില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഹലാൽ എന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ആയുധമാണ് എന്ന വാദത്തിന് പ്രാധാന്യമേറുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യാപനം മൂലം ഇസ്ലാമോഫോബിയ, അതായത് ഇസ്ലാമിനോടുള്ള ഭയം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകമെങ്ങും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഹലാൽ എന്ന ഭക്ഷ്യ സാംസ്കാരിക കടന്നുകയറ്റം. അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ ഇന്ന് കേരളത്തിലും ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും. ഹലാൽ ഭക്ഷണം ആവശ്യമുള്ളവർ അത് കഴിച്ചുകൊള്ളട്ടെ. അവർക്ക് വേണ്ടി ഹോട്ടലുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിക്കൊള്ളട്ടെ. പക്ഷേ പൊതുജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പൊതു ഇടങ്ങളിൽ ഹലാൽ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഉചിതം. അത്തരം നീക്കങ്ങൾക്ക് തുടക്കമിടാൻ ഇപ്പോഴത്തെ ഹലാൽ വിവാദം സഹായകരമാകട്ടെ. കാരണം ഹലാൽ ഭക്ഷണം ലഭിക്കാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ളതുപോലെ തന്നെ നോൺ ഹലാൽ ഭക്ഷണം ലഭിക്കാനും ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില പുതിയ വിവരങ്ങളുടെ സാഹചര്യത്തിൽ.